ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ഇത് അഹമ്മദ് മൊയ്നുദ്ദീൻ. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് ചാവക്കാട് കടപ്പുറം സ്വദേശിയായ ഈ എഴുത്തുകാരൻ. 10 വർഷം മുൻപ് തൻ്റെ രചനയിൽ പിറവിയെടുത്ത പ്രണയവും പ്രകൃതിയും ഇഴചേർന്ന ആ പാട്ടിൻ്റെ വരികൾ ഇന്ന് സംഗീത പ്രേമികളുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് മൊയ്നുദ്ദീൻ. മൊയ്നുദ്ദീൻ്റെ ആദ്യത്തെ പാട്ടൊന്നുമല്ലിത്. മൊയ്നുദ്ദീൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ പ്രശസ്തരായ ഗായകരെല്ലാം ആലപിച്ചിട്ടുണ്ട്. അവയിൽ ഒന്നു മാത്രമാണ് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഇലയില്ലെങ്കിൽ എന്ന ഗാനം. സംഗീത പ്രേമികൾക്ക് പ്രിയപ്പെട്ടവരായ റാസയും ബീഗവും ആലപിച്ച ഈ ഗാനം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. പുറത്തിറങ്ങി 3 ദിവസം പിന്നിടും മുൻപേ 10,000-ങ്ങളാണ് യൂട്യൂബിലൂടെ ഈ ഗാനം കണ്ടും കേട്ടും ആസ്വദിച്ചത്. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. വർഷത്തോളം നീണ്ട എഴുത്തിനൊടുവിലാണ് ഈ ഗാനം പൂർത്തിയായതെന്ന് മൊയ്നുദ്ദീൻ പറയുന്നു. ഒരു 10 വർഷത്തിന് മീതായിട്ടുണ്ട് ഈ പാട്ട് എഴുതിയിട്ട്. അതിങ്ങനെ ഞാൻ ചില വേദികളിലൊക്കെ ഇപ്പോൾ നമ്മുടെ മഹഫിലുകളിൽ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ ഇത് പാടാറുണ്ടെങ്കിൽ തന്നെയും അത് വേണ്ടത്ര നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമെന്നല്ലാതെ മറ്റു പലർക്കും ഈ പാട്ട് അറിയില്ല. അപ്പോൾ ഈ പാട്ട് എഴുതുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ശ്രമകരമാണ്. ഒരു കവിത എഴുതുന്നത് പോലെ അല്ല. കാരണം ഈ പാട്ടിൻ്റെ ട്യൂണും അതിൻ്റെ ഒപ്പം വരികയാണ്. അപ്പോൾ ഒരു പാട്ട് എഴുതാൻ സത്യത്തിൽ ഒരുപാട് സമയമെടുക്കും. ഇലയില്ലെങ്കിൽ എന്ന് പറഞ്ഞ പാട്ട് വാസ്തവത്തിൽ ഞാൻ 1 വർഷത്തോളം എടുത്തിട്ട് എഴുതിയിട്ടുള്ള പാട്ട്. എനിക്ക് പാട്ട് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 വരി വരും. ആ 2 വരി വന്നാൽ പിന്നെ എപ്പോഴോ പിന്നെയും കയറി വരുന്ന അങ്ങനെ അതിനെ അടുക്കി വെച്ചിട്ടാണ് ഞാനൊരു പാട്ടുണ്ടാക്കുന്നത്. റാസയും ബീഗവും ആലപിക്കുന്ന മറ്റൊരു ഗാനത്തിലെ പണിപ്പുരയിലാണ് ഇപ്പോൾ മൊയ്നുദ്ദീൻ. പാട്ടെഴുത്തു മാത്രമാണ് മൊയ്നുദ്ദീൻ്റെ മേഖലയെന്ന് കരുതിയാൽ തെറ്റി. കഥ, കവിത, പാട്ടുകാരൻ, ഗസൽ ഗായകൻ, നാടകകൃത്ത്, തിരക്കഥാകൃത്ത് തുടങ്ങി മേഖലകളിലെല്ലാം മൊയ്നുദ്ദീൻ തൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 12 കവിതാ സമാഹാരങ്ങളും 5 കഥാസമാഹാരങ്ങളുമായി 17 പുസ്തകങ്ങളും ഇതുവരെയായി പുറത്തിറങ്ങിക്കഴിഞ്ഞു. 2 സിനിമകൾക്ക് തിരക്കഥയും എഴുതി. എൻ്റെ ഒരു മേഖല വാസ്തവത്തിൽ പാട്ടല്ല. ഞാൻ നമ്മുടെ എഴുത്താണ് എനിക്ക് കുറേ കൂടി ഇഷ്ടപ്പെട്ടൊരു മറ്റൊരു മേഖല. പാട്ട് ഇഷ്ടമല്ല എന്നല്ല. ഞാനൊരു 17 പുസ്തകങ്ങൾ ഓൾറെഡി ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 12 കവിതാ സമാഹാരങ്ങളും 5 കഥാപുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. 2 സിനിമയ്ക്ക് ഞാൻ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു സിനിമ വന്നു, ഇരട്ട ജീവിതം എന്ന് പറയുന്നത്. 3rd ജെൻഡർ ഇഷ്യൂസൊക്കെ ഉള്ള കുറച്ചുകൂടി ട്രാൻസ്ജെൻഡറിനൊക്കെ അവരുടെ ജീവിതമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആണത്. അത് ഒരു 3-4 വർഷം മുമ്പ് അത് ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു സിനിമയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എഴുത്ത് കുത്തുകൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുത്താണ് നമ്മുടെ ഒരു മേഖല. അതേസമയം പാട്ട് ഇഷ്ടവുമാണ്. പാട്ട് അങ്ങനെ പഠിച്ചൊരാളൊന്നുമല്ല ഞാൻ. പക്ഷേ പാട്ടിനോടുള്ളൊരു ഇഷ്ടം ഉള്ളിൽ കിടക്കുന്നുണ്ട്, പണ്ടേ ഉള്ളത് കൊണ്ട് അതങ്ങനെ ഓരോ കാലങ്ങളിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇതിപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ പാട്ട് ഇപ്പോൾ ആളുകളുടെ ചെവിയിലെത്തുന്നത്. അതേ കാലയളവ് തന്നെ അല്ലെങ്കിൽ ആ
പീരീഡിൽ തന്നെ എഴുതിയിരുന്ന കുറേ വേറെയും പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടി സാധ്യത ഉള്ളത് കൊണ്ട് വരും നമ്മൾ വിചാരിക്കുന്നു. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഇതിനെല്ലാമുള്ള തൻ്റെ പിൻബലമെന്ന് മൊയ്നുദ്ദീൻ പറയുന്നു. വീട്ടിലുള്ള ഒരു വലിയ സപ്പോർട്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരാണ് ശരിക്ക് വിടാതെ നമ്മളെങ്ങനെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകൾ കൂട്ടത്തിലാണ് അവരൊക്കെ ഉള്ളത്. അവർക്ക് വാസ്തവത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള പിന്നെ കാര്യങ്ങളിൽ അവർക്കാണ് കൂടുതൽ ആത്മവിശ്വാസം ഉള്ളത്. അപ്പോൾ അവരെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം സുഹൃത്തുക്കൾ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയ ഭാഗമാണ്. അവരാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിലും എൻ്റെ കൂടെ കാലം ഉണ്ടായിട്ടുള്ളത്. കനവിനെന്ത് ഭാരം, കാഴ്ചയെത്ര ദൂരം, നോവിനെന്ത് നീളം, ഞാൻ മിഴിയടക്കുവോളം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. കടപ്പുറത്തുകാരനായതുകൊണ്ടാകാം കടലിനെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവാണ് മൊയ്നുദ്ദീന്. തൻ്റെ എല്ലാ എഴുത്തിലും കടലിനെ നിറച്ചു നിർത്താറുണ്ട് മൊയ്നുദ്ദീൻ. ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഗാനം കടലിനെ മാത്രം ആസ്പദമാക്കിയുള്ളതാണെന്നും മൊയ്നുദ്ദീൻ പറയുന്നു. കടൽ എൻ്റെ എല്ലാ എഴുത്തിലും വന്നിട്ടുണ്ട്. പാട്ടിലും കടലിനെ ബേസ് ചെയ്തിട്ട് കടൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ കഥയിലും ഉണ്ട്, കവിതയിലും നിരന്തരമായിട്ട് കടൽ വന്നു പോകുന്നു. ഒരുപക്ഷെ ഇനിയും വരാനുണ്ടാവും. കടലിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ തന്നെ എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് മാത്രമല്ല, ഞാൻ ഒരു പക്കാ കടപ്പുറത്തുകാരനാണ്. അപ്പം അതിൻ്റെ ഒരു സ്നേഹവും ഒരു അടുപ്പവും ഒക്കെ എനിക്ക് കടലിനോട്. ഇനി വരാൻ പോകുന്ന ഒരു പാട്ടിൽ കടലിൻ്റെ തന്നെ മാത്രം ബേസ് ചെയ്തിട്ടൊരു പാട്ടുണ്ട്. കടലിൽ തീ പിടിച്ചൊരുടലുകൾ ഒളിച്ചു പാർക്കുന്നുണ്ടാവാ, കടലിൽ തീ പിടിച്ചൊരുടലുകൾ ഒളിച്ചു പാർക്കുന്നുണ്ടാവാ, ചുഴിയിൽ പൂർണ്ണ കഥയിൽ ചില പാട്ടുകളുണ്ട് ഒറ്റ തവണ കേൾക്കുമ്പോഴേക്കും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങി അത് നമ്മൾ പോലും അറിയാതെ അവിടെ കൂടുകൂട്ടിക്കളയും. പിന്നീട് ഓരോ തവണ കേൾക്കുമ്പോഴും ആ വരികൾ നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ടാകും. മറന്നുവെന്ന് കരുതിയ മുഖങ്ങളെ ഓർമ്മിപ്പിച്ച്, മരിച്ചുപോയെന്ന് കരുതിയ പ്രണയത്തിൻ്റെ കൈപിടിച്ച്, വറ്റിത്തീർന്ന കണ്ണുനീരിൻ്റെ നനവ് വീണ്ടും പടർത്തി. അങ്ങനെ അങ്ങനെ ആ പാട്ടുകൾ ഇങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ നമ്മെ ജീവിപ്പിക്കും. കാത്തിരുന്ന കാലം, കോർത്തുവെച്ച ബാല്യം, കൈപിടിച്ച നേരം, നമ്മെ നാം മറന്ന ഗാനം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ, മരമേ വേനൽ മരമേ, മഴയേ നിലാമഴയേ, മരമേ വേനൽ മരമേ, മഴയേ നിലാമഴയേ, മരമേ വേനൽ മരമേ, മരമേ വേനൽ മരമേ.
കൾച്ചറൽ ഡെസ്ക്, സർക്കിൾ ലൈവ് ന്യൂസ്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.